വാക്കുകൾ പറയുമ്പോൾ വൈകാരികമായി പോകും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ നിയന്ത്രിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ വീട്ടിലേക്ക് കടന്നു വന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും പറയുകയാണ്, ഞാൻ സെമിനറിയിൽ പോകാൻ പോവുകയാണെന്ന്. ഞാൻ വിചാരിച്ചവരതൊരു തമാശയായിട്ടെടുത്ത് അതങ്ങ് ഉഴപ്പി വിടുമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വളരെ വളരെ ഗൗരവമായി എടുത്ത് അവർ മാറി മാറി നിന്ന് കരയുകയായിരുന്നു. അന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ പോയാൽ ഞങ്ങൾക്ക് ആരാ ഉള്ളതെന്ന്. അന്ന് എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ എൻ്റെ വീട്ടിലെ ചുവരിൽ ചാർത്തിയിരുന്ന തിരുഹൃദയത്തിൻ്റെ ആ ഫോട്ടോയുടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി ഞാനൊന്നിരുന്നു. ഒരു ഉത്തരം എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല അന്ന്. പക്ഷേ എങ്കിൽ ഇന്ന് 8-9 വർഷം കഴിഞ്ഞ് ഈ ബലിപീഠത്തിൽ നിന്ന് ഞാൻ കുർബാനയെ അർപ്പിച്ചിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ അന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്: മുറിക്കപ്പെടാതെ ബലിയില്ല. കർത്താവ് കാൽവരിയിൽ മുറിഞ്ഞാണ് ബലി അർപ്പിച്ചത്. നിങ്ങൾ മുറിച്ചത് കൊണ്ടാണ് ഈ ദൈവജനത്തിനൊരു പുരോഹിതനെ ലഭിച്ചത്. നിങ്ങളുടെ മുറിവുകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആ മുറിവ് തിരുസഭയ്ക്ക് അലങ്കാരമാകട്ടെ. കാൽവരി കുരിശിൽ അവസാനിച്ച് തീർന്നതല്ല കുരിശിലെ ബലി എന്ന് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാൽവരിയിൽ ബലി ആരംഭിച്ചതേ ഉള്ളൂ. ബലി പൂർത്തിയായത് ഉത്ഥാനത്തിലാണ്. മഹിമയോടെ അവിടുന്ന് ഉത്ഥാനം ചെയ്യുമ്പോൾ മുഖപ്രസന്നതയും പ്രതിഫലവും നിങ്ങൾക്ക് തരട്ടെ. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും വേണ്ടി ഒരു ബലിയായി, ബലിജീവിതമായി ജീവിക്കുമെന്ന് ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ സഹോദരി, എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എനിക്ക് ഓടിച്ചെല്ലാകുന്നത് എൻ്റെ സഹോദരിയാണ്. സഹോദരിയോടുള്ള ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. എൻ്റെ ബ്രദറിൻലോ ഇവിടെ സന്നിഹിതനാണ്. പറഞ്ഞപ്പോൾ സമ്മിശ്രമായ പ്രതികരണങ്ങളായിരുന്നു പല കോണുകളിൽ നിന്ന് ഞാൻ വന്നത്. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബ്രദറിൻലോ എന്ത് പറയും എന്നെനിക്കൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ മോബിനിച്ചാൻ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ: നിനക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ. അത് ഒരു വെറും വാക്കായിരുന്നില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം 2010 എൻ്റെ കുടുംബത്തിൽ അംഗമായി മോബിൻചാൻ വന്ന് ഈ നിമിഷം വരെ 15 വർഷം കഴിയുമ്പോൾ എനിക്ക് ഒരു ബ്രദറിൻലോയേക്കാൾ ഉപരി എൻ്റെ സ്വന്തം സഹോദരനായിട്ടാണ് ഞാൻ അങ്ങയെ കണ്ടിട്ടുള്ളത്. എൻ്റെ ചേച്ചിയോട് പറയുന്നതിനേക്കാളും സ്വാതന്ത്ര്യത്തോടെ അങ്ങയോട് എന്തും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അങ്ങ് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ അപ്പച്ചനും അമ്മച്ചിയും അപ്പനും അമ്മയും, അവർ ഇന്ന് ഈ ഭൂമിയിലില്ല, നിത്യതയിലേക്ക് നീങ്ങി. അപ്പച്ചൻ്റെ ജപമാല ഭക്തിയാണ് പരിശുദ്ധ അമ്മയെ ആഴമായി എൻ്റെ ഹൃദയത്തിൽ വേരുറപ്പിച്ചത്. മണിക്കൂറുകൾ ജപമാല ചൊല്ലുന്ന അമ്മയുടെ അപ്പച്ചനെ അമ്മച്ചിയെയും ഞാൻ ഇന്ന് ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ അമ്മച്ചിയും അപ്പൻ്റെ അമ്മയും അപ്പനും ഇന്ന് ഇവിടെ സന്നിഹിതരല്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ പട്ടംകുട ശുശ്രൂഷയ്ക്ക് അമ്മച്ചി സന്നിഹിതയായിരുന്നു. അമ്മച്ചി ലൈവിലൂടെ ഇത് കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മച്ചിയോട് നന്ദിയായിട്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ: തലമുറയായി യഹോവ നമ്മുടെ ദൈവമാണ്. എന്നെ ആത്മീയതയുടെ ബാലപാഠം പഠിപ്പിച്ചത് എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി പകർന്നു തന്ന വിശ്വാസ സത്യമാണ് ഇന്ന് ഞാൻ ഈ ബലിവേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തായിരിക്കുന്നു എന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മച്ചിയോടുമുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങൾ, അവരുടെ മക്കൾ, കുടുംബങ്ങൾ, ഇവരെല്ലാം ഇവിടെ സന്നിഹിതരാണ്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാ നന്ദിയും ഞാൻ പറഞ്ഞ് തീർത്തു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഞാനൊരു മുഖം കണ്ടു, അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ മുൻ ചെയർമാനായിരിക്കുന്ന അയ്യപ്പൻ സാറാണ്. സാറായിരുന്നു എൻ്റെ ബോസ്. ഞാൻ സെമിനറിയിലേക്ക് എന്നെ ജോലിയിൽ പ്രവേശിപ്പിച്ചത് സാറാണ്. ഞാൻ സെമിനറിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴും അതിനെ ആ പക്വതയോടെ മനസ്സിലാക്കുകയും പലരും എന്നെ എൻ്റെ കമ്പനിയിലും ഉന്നത ഉദ്യോഗസ്ഥർ വരെ പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലകളിൽ ഒന്നായ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ അന്നത്തെ ചെയർമാനായിരുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ അയ്യപ്പൻ സാറ് വളരെ പക്വതയോടെ അതിനെ കണ്ടു. സാറിനോടൊപ്പം
നമ്മുടെ ഇടവകം കൂടിയായ ബാബു തോമസ് സാറും അന്ന് ഡയറക്ടർ മാർക്കറ്റിംഗ് ആയിരുന്നു. ഇവർ രണ്ടുപേരും എനിക്ക് തന്ന കരുത്തിനും സ്നേഹത്തിനും ഒക്കെ നന്ദി അർപ്പിക്കുന്നു. ഹൃദയംഗമമായ നന്ദി നിങ്ങളോട് ഞാൻ വീണ്ടും അർപ്പിക്കുകയാണ്.